ഹായ് ഗൈസ്, നമസ്കാരം. ലെറ്റ്സ് മേക്ക് സം വെജിറ്റബിൾ ക്രീമി ആൽഫ്രെഡോ പാസ്ത. വലിയ പേരാ, പക്ഷേ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ യൂഷ്വലി പാസ്ത ഉണ്ടാക്കണ പോലെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് പാസ്ത ഇട്ട് കുറച്ച് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുക. ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. പിന്നെ കുറച്ച് ഉപ്പിടുക, അത് ബോയിൽ ചെയ്യുക. കണ്ടോ, ഞാൻ അഗസ്റ്റയുടെ പാസ്ത കേട്ടോ എടുത്തേക്കണേ. ഇന്ത്യൻ ഫ്ലാഗ് പോലെയില്ലേ പാസ്ത എടുക്കണണ്ട. 3 ട്രൈ കളേഴ്സ് തന്നെയാണ് കേട്ടോ അതിനകത്തുള്ളൂ. നമ്മുടെ വീട്ടിൽ ചോറ് കഴിക്കാൻ മടി ഉണ്ടാവുന്ന സമയത്തും നമുക്ക് ചോറ് വെക്കാൻ മടിയുള്ള സമയത്തും നമുക്കിങ്ങനെ ഒരു പാസ്ത ഉണ്ടാക്കി കഴിച്ചാൽ ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഇങ്ങനെ ഇതേപോലെ പാസ്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കുറച്ച് പണിയാണ്, എന്നാലും ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു പാത്രത്തിൽ ബട്ടർ ഇടുക. ഞാൻ വെജിറ്റബിൾസ് പാസ്ത ആണ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്യണുള്ളൂ. അതിന് പകരം ചിക്കനോ അതുപോലെ എഗ്ഗൊക്കെ ആഡ് ചെയ്യേണ്ടവർക്ക് അതുപോലെ ആഡ് ചെയ്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ വെജീസ് ബട്ടറിൽ നന്നായിട്ട് സോട്ടായി വരുമ്പം നമ്മൾ അതിൽ പച്ചമുളക് ഇടാറുണ്ട് ചിലർ. പക്ഷേ ഞാനൊരു മുളക് ഫാനല്ല, എനിക്ക് മുളക് പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടി മാത്രമാണ് ഇതിൽ ആഡ് ചെയ്യണത്, കുറച്ച് എരിവിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ മുളക് നമുക്ക് മുറിച്ചിടേണ്ടവർക്ക് മുളക് മുറിച്ചിടാം. പിന്നെ അതേ സെയിം പാത്രത്തേക്ക് നമ്മൾ വെജിറ്റബിൾസ് സോട്ട് ചെയ്ത സെയിം പാനിലേക്ക് നമ്മൾ പിന്നെയും ബട്ടർ ഇട്ട് നന്നായി മെൽറ്റായി വരുമ്പം അതിലേക്ക് മൈദ ആഡ് ചെയ്യണം. കുറച്ചായിട്ട് മൈദ ആഡ് ചെയ്തിട്ട് അത് കണ്ടോ ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചർ വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ചായിട്ട് പാലൊഴിക്കണം. കുറേ പാലൊഴിക്കരുത്, അപ്പോൾ കട്ട കുത്തിപ്പോവും. കുറച്ച് അങ്ങനെ തെറ്റിപ്പോണം. അപ്പോൾ അങ്ങനെ പാലൊഴിച്ചിട്ട് നമ്മൾ അതൊരു ക്രീമി ടെക്സ്ചറായിട്ട് മാറ്റിയെടുക്കണം. കണ്ടോ, ഇതുപോലെ ക്രീമിനെസ് വരണം അതിൽ. എന്നിട്ട് നമ്മൾ ബട്ടറിൽ സോട്ട് ചെയ്ത ആ വെജിറ്റബിൾസും, ഞാൻ കുറച്ച് ഗാർലിക്ക് ബട്ടറിൽ സോട്ട് ചെയ്ത് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതും കൂടെ ആഡ് ചെയ്ത് പിന്നെ നമ്മുടെ പാസ്ത ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കുറുകി പോയി എന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടെ പാലൊഴിച്ച് മിക്സ് ചെയ്തിട്ട് ബട്ടറും ചീസും ആഡ് ചെയ്യാം. ചീസ് ഇഷ്ടമില്ലാത്തവർ ചീസ് ആഡ് ചെയ്യേണ്ട കേട്ടോ. എനിക്ക് ചീസ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ചീസ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ചും കൂടെ ക്രീമിനെസ് ഫോം ആവും അത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ബൈ ഗൈസ്.